എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫ് ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇഷ്ട വ്യക്തിയെ ഏർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ആ വ്യക്തിക്കോ നിങ്ങൾക്കോ ആർക്കാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ നീല പുഷ്പമുള്ള ചെടി ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ആർക്കാണോ കൂടുതൽ ഇഷ്ടം, ആ വ്യക്തിക്കാണോ നിങ്ങൾക്കാണോ? ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന വ്യക്തിയാണ് നിങ്ങൾ. ഇപ്പോഴും നിങ്ങൾ പ്രതിസന്ധികൾക്കകത്താണ്. പ്രതിസന്ധികൾക്കകത്ത് നിന്നുകൊണ്ട്, വെല്ലുവിളികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ പോരടിക്കുകയാണ്. നിങ്ങൾ സ്നേഹിക്കുകയാണ്, പ്രണയിക്കുകയാണ്. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട്, അവഗണിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം ഒരു പ്രത്യേക കാര്യത്തിൽ ഊന്നിയതല്ല ആ വ്യക്തിയോടുള്ളത്. വളരെ സംശുദ്ധമായ ഇഷ്ടമാണ്, സ്നേഹമാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് നിലപാടെടുക്കാനും മുന്നോട്ട് പോകാനും കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ ആ പോസിറ്റീവ് എനർജി, നിങ്ങളുടെ ആ പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ശക്തി നൽകും. ഏത് പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും മാറ്റിമറിച്ചുകൊണ്ട് വിജയിക്കാനും, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് ഉപാധികളില്ലാതെ സ്നേഹം നൽകാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് പേര് നിങ്ങളെ അവഗണിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. നിങ്ങളൊരിടത്തും എത്തില്ലെന്നും നിങ്ങളൊന്നും ആകാൻ പോകുന്നില്ലെന്നും നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞവരുണ്ട്. പക്ഷെ പലപ്പോഴും നിങ്ങൾ അവരോടൊന്നും മറുപടി നൽകാതെയാണ് മുന്നോട്ട് പോയത്. അതിൽ നിങ്ങൾക്ക് ചില കുറ്റബോധങ്ങൾ പിന്നീടുണ്ടായി. ഞാൻ അന്ന് തന്നെ പറയേണ്ടതായിരുന്നു, പക്ഷെ പറയാതെ പോയത് നന്നായി. നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ ലോകം, വലിയൊരു സൗഭാഗ്യം ഈശ്വരൻ ഒരുക്കി വെച്ചത് നിങ്ങളുടെ ആ സമീപനം കൊണ്ടാണ്. പലപ്പോഴും നിങ്ങൾക്ക് നിരാശയുണ്ടായി, എന്നെ ചെയ്തതിന്, എന്നെ പറഞ്ഞതിനൊന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല എന്നുള്ളത്. പക്ഷെ അതൊക്കെ വിട്ട് അതിനോട് നിങ്ങൾ മുന്നോട്ട് പോയി. നിങ്ങളൊരാളെ സ്നേഹിക്കുന്നു. ഇപ്പോൾ ആ വ്യക്തിയുടെ സ്നേഹം, ആ വ്യക്തിയോടുള്ള ഇഷ്ടം, അത് ഒട്ടും കളങ്കപ്പെടാത്തതാണ്. നിങ്ങൾക്ക് ആ വ്യക്തി അത്രത്തോളം മനസ്സുകൊണ്ട് ഇഷ്ടമാണ്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തിക്കൊപ്പം ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ആ വ്യക്തിക്ക് വേണ്ടി എന്ത് സഹായം നൽകാനും എന്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നൽകാനും നിങ്ങൾ തയ്യാറാണ്. നിങ്ങൾ ഇല്ലാതിരുന്നെങ്കിൽ ആ വ്യക്തി ഉണ്ടാകുമായിരുന്നില്ല. ആ വ്യക്തിക്കാണോ നിങ്ങൾക്കാണോ കൂടുതൽ സ്നേഹമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയെന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരും. കാരണം നിങ്ങളൊരു ചെറിയ കണ്ണുകൊണ്ടല്ല ആ വ്യക്തിയെ കാണുന്നത്. ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്ന നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് വലിയൊരു ആശ്വാസമാണ്. മാത്രമല്ല, നിങ്ങൾ ആ വ്യക്തിയോട് ഒരു പിണക്കമോ ഒരു ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും ഒരിക്കലും കാണിക്കുന്നില്ല. കാരണം നിങ്ങൾക്കറിയാം, നേരിടാനുള്ളത് ഒരുപാട് നേരിട്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന്. നിങ്ങൾക്ക് വെല്ലുവിളിയിൽ നിറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തിയെ കണ്ടപ്പോൾ ഒരു ആശ്വാസം, ആ വ്യക്തിയെ മനസ്സിലാക്കിയപ്പോൾ ഒരു ആശ്വാസം, ആ വ്യക്തിക്ക് ഒട്ടും കളങ്കപ്പെടാത്ത സ്നേഹം നിങ്ങൾ നൽകുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നൊന്നും സ്വീകരിക്കുന്നില്ല. ഒരു പടിയെങ്കിലും നിങ്ങളുടെ സ്നേഹമാണ് ഏറ്റവും കൂടി നിൽക്കുന്നത്. കാരണം ആ വ്യക്തിക്ക് ഈ ലോകത്തെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടും ഇല്ല, ഉണ്ടാവണമെന്നില്ല. ആ വ്യക്തിക്ക് അനുഭവങ്ങൾ കുറവാണ്. പക്ഷെ നിങ്ങൾ ലോകം ഒരുപാട് കണ്ടതാണ്, ദുഃഖങ്ങൾ ഒരുപാട് അനുഭവിച്ചതാണ്. നിങ്ങളുടെ സ്നേഹം ഒരു പടിയെങ്കിലും ആ വ്യക്തിയോട് മുന്നിട്ട് നിൽക്കുന്നു. രണ്ടാമത്തെ ഫയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത്. ആ വ്യക്തിക്കാണോ നിങ്ങൾക്കാണോ കൂടുതൽ ഇഷ്ടം? ഒരിക്കലും പറയാനോ കണ്ടെത്താനോ കഴിയാത്തതാണ്. രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികൾ, ഒരേ വഞ്ചിയിൽ യാത്ര ചെയ്തവർ. നിങ്ങളുടെ സ്നേഹം രണ്ടുപേരിലും ഒരേ സമയം ആരംഭിച്ച് ഒരേ സമയം പൂത്തുലഞ്ഞതാണ്. മറ്റുള്ളവർക്ക് ആർക്കും നിങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും ആ വ്യക്തിയുടെ വേണ്ടപ്പെട്ടവർക്കും ആർക്കും തന്നെ കൃത്യമായി നിങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളിലൂടെയും കടന്നു വന്ന ഒരു വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ. മാത്രമല്ല, നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് കഴിഞ്ഞിരുന്നില്ല. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെക്കുറിച്ച്
മറ്റൊരു രീതിയിലാണ് ചിന്തിച്ചത്. നിങ്ങളുടെ അവസ്ഥയും നിങ്ങളുടെ വികാരങ്ങളും നിങ്ങളുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവർ ഒരിക്കലും കാതോർക്കുകയോ മനസ്സിലാക്കാനോ കഴിഞ്ഞില്ല. അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിതത്തിൽ ദുഃഖമായി ആരും മനസ്സിലാക്കാനില്ലല്ലോ, ആരും എന്നെ കേൾക്കാനില്ലല്ലോ എന്നുള്ള ദുഃഖത്താൽ കടന്നു വന്ന നിങ്ങൾക്ക് ആശ്വാസമായിട്ടാണ് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. നിങ്ങളിൽ ആർക്കാണ് കൂടുതൽ ഇഷ്ടമെന്നുള്ള ഉത്തരം അല്ലെങ്കിൽ ആ ചോദ്യം, അതിന് ഉത്തരമില്ല. പരസ്പരം മനസ്സിലാക്കി ജീവിതത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു. ഒരേ നിമിഷം പ്രണയം ഇരുവരിലും മനസ്സിലുണ്ടായി. ഒരേ നിമിഷം അത് പറയുകയും ഒരേ നിമിഷം അത് സ്വീകരിക്കുകയും ചെയ്തു. ലോകത്ത് മറ്റുള്ളവരെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൻ്റെ അപ്പുറത്തേക്ക് സഞ്ചരിക്കാനോ അതിൻ്റെ അകത്തേക്ക് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ പരസ്പരം നിങ്ങളിൽ ഒതുങ്ങുകയാണ്. നിങ്ങൾക്കപ്പുറത്തേക്ക് ഒരു ചിന്തയോ നിങ്ങൾക്കപ്പുറത്തേക്ക് ഒരു കാഴ്ചപ്പാടോ ഒന്നും ഇപ്പോൾ നിങ്ങൾക്കില്ല. വൃഥാ പരസ്പരം സ്നേഹിക്കുക, അതിലേക്ക് അലിയുക എന്നുള്ളതാണ്. ആരെന്ത് പറഞ്ഞാലും അത് നല്ലതാവട്ടെ ചീത്തയാവട്ടെ അതൊന്നും ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല നിങ്ങൾ. പ്രണയത്തിൻ്റെ പാരമ്യതയിലാണ് നിങ്ങൾ. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഇത്രമാത്രം സ്നേഹിക്കുമോ എന്ന്, ഇത്രമാത്രം ആ വ്യക്തിക്ക് വേണ്ടി മാത്രം നിലകൊള്ളുമോ എന്ന് കണ്ടു നിൽക്കുന്നവർക്കും കേട്ടു നിൽക്കുന്നവർക്കും ഒക്കെ അത്ഭുതം ഉളവാക്കും നിങ്ങളുടെ ജീവിതം. അത് ഒരു അസൂയ ഉളവാക്കുന്ന പ്രണയമാണ്. മറ്റുള്ളവർക്ക് ഒരുപക്ഷെ നിങ്ങളോട് അസൂയ ഉണ്ടായേക്കാം. കാരണം നിങ്ങൾ സ്നേഹിക്കുന്നതിൻ്റെ ആഴം അത്രത്തോളമുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ ആഴം അത്രത്തോളമുണ്ട്. ജീവിതത്തിൽ മുഴുവനും പരസ്പരം സ്നേഹിക്കാനും പരസ്പരം ഇഷ്ടപ്പെടുവാനും മാത്രം നിങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു. ആ സ്നേഹത്തിനും ഇഷ്ടപ്പെടുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും നിങ്ങൾ കണക്കാക്കുന്നില്ല. എല്ലാവർക്കും അത്ഭുതമാണ് നിങ്ങൾ എങ്ങനെ വന്നു, എങ്ങനെ ഈ പ്രണയം ഉണ്ടായി, എങ്ങനെ പരസ്പരം സ്നേഹിച്ചു, എങ്ങനെ പരസ്പരം ഇഷ്ടപ്പെട്ടു, എങ്ങനെ നിങ്ങൾക്കിങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നു വ്യത്യസ്തമായ ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട്. പക്ഷെ മനസ്സുകൊണ്ട് എല്ലാവരെയും ആകർഷിക്കുകയാണ്. നിങ്ങൾ എല്ലാവരുടെയും സെൻറ്റർ ഓഫ് അട്രാക്ഷനായിട്ട് മാറും. നിങ്ങളുടെ പ്രണയവും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ നേട്ടവും എല്ലാവരെയും ആകർഷിക്കും. മറ്റുള്ളവർക്ക് മുമ്പിൽ നിങ്ങളെ ഒളിക്കാൻ നിങ്ങൾക്കൊരിക്കലും കഴിയില്ല. കാരണം നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങൾ മാറി നിന്നാലും നിങ്ങൾ മുൻനിരയിലേക്ക് വന്നാലും നിങ്ങൾ എല്ലാം മറന്നൊന്ന് ഉറങ്ങിയാൽ പോലും അതൊക്കെ ശ്രദ്ധിക്കപ്പെടും. കാരണം നിങ്ങളെ ലോകം മുഴുവനും നോക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും, അതായത് നിങ്ങളുടെ വ്യക്തിയുടെയും മനസ്സിൻ്റെ പ്രാർത്ഥനയും നന്മയും കൊണ്ടാണ് നിങ്ങളെ കിട്ടിയത്. നിങ്ങൾക്ക് നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്കത് വിഷമമുണ്ടാക്കും, ആ ജീവിതത്തിന് ശോഭയുണ്ടാകില്ല, ആ ജീവിതം ഒരുപക്ഷെ സന്തോഷത്തോടെ അധികകാലം നിലനിൽക്കണമെന്നില്ല. നിങ്ങളായപ്പോഴാണ് എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും പറയാൻ പറ്റാത്തത്ര സൂക്ഷ്മമായി ഒരുപോലെ സ്നേഹിക്കുന്നു. അതാണ് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്.